ചെയ്യുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സന്ധ്യയിൽ നിങ്ങളോടൊപ്പമായി തീരാൻ ദൈവം ഇടയാക്കിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കണം. പ്രത്യേകിച്ച് എൻ്റെ ഇടവക വികാരിയായിരുന്ന പ്രിയപ്പെട്ട ഗീവർഗീസ് തോമസ് അച്ഛനോടൊപ്പം ഈ വിശുദ്ധ മത്ബഹയിൽ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടവക ഇപ്രകാരമുള്ളൊരു ക്ഷണം നൽകി ഇടവകയുടെ ശുശ്രൂഷയിൽ പങ്കുചേരാൻ ഇടയാക്കിയല്ലോ. നന്ദിയോടെ ദൈവത്തിന് സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു അവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. ലോകമെമ്പാടും ക്രൈസ്തവ സഭ ഇന്ന് പെസഹ വ്യാഴമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ഒരുപക്ഷേ സഭയുടെ ക്രൈസ്തവ ലോകത്തിൻ്റെ ക്രൈസ്തവ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്യന്താപേക്ഷിതമായ അല്ലെങ്കിൽ ക്രൈസ്തവ ജനതയുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ടുള്ള ഒരു ദിനമാണിന്ന്. നാം പറയുന്നത് പോലെ കർത്താവ് തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് വേണ്ടി നൽകി നാളെ യാഗമായി തീരുവാനായിട്ട് ഒരുങ്ങുന്ന കർത്താവ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് അരുളി ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം വസിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെയും പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട മേശയും മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം ഈ ഏവങ്കേലിയനായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഏവങ്കേലിയനായി വായിച്ചു കേട്ടതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ ഉറവിടമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ വചനത്തിന് മുൻപാകെ ഈ രാത്രിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. കാലത്തിന് അതീതമായ വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന, ഞങ്ങളുടെ അസ്ഥിമജ്ജകളിലേക്ക് തുളച്ചു കയറുന്ന കർത്താവ്, ഇന്നും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഞങ്ങളുടെ ജീവന് വഴികാട്ടിയായി തീർന്ന ഈ വചനം ഗ്രഹിക്കാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ ബോധത്തിൻ്റെ കണ്ണുകളെ നീ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ അങ്ങയെ കാണുവാൻ, ഈ വചനത്തിലൂടെ ജീവിക്കുവാൻ, ഈ വചനമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ശ്രീബുദ്ധൻ ഒരിക്കൽ മരിക്കാൻ കിടക്കുകയാണ്. ശ്രീബുദ്ധൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ ആനന്ദൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഗുരു, അങ്ങ് മരിക്കുവാൻ പോവുകയാണ്, ഞങ്ങളെ വിട്ട് പോകാൻ പോവുകയാണ്. എന്നാൽ അങ്ങയെ ഓർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം. ഇത് കേട്ട ബുദ്ധൻ ഒരു നിമിഷം തൻ്റെ കണ്ണുകളെ അടച്ചു. തൻ്റെ ശരീരത്തിന് അടുത്ത് വച്ചിരിക്കുന്ന ഒരു പൂവെടുത്ത് ഈ ആനന്ദൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി നീ ഇത് സൂക്ഷിക്കണം. ആനന്ദൻ 2 കൈ കൊണ്ടും സ്വീകരിച്ചു. എന്നാൽ ബുദ്ധൻ മരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ആനന്ദൻ സൂക്ഷിച്ചു വച്ചിരുന്ന പൂവും വാടിത്തുടങ്ങി. പൂവ് വാടുന്നതിനനുസരിച്ച് അവൻ്റെ ഓർമ്മകളിൽ നിന്ന് ബുദ്ധൻ പതുക്കെ പതുക്കെ മാറിപ്പോകാനായിട്ട് തുടങ്ങി. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ചെന്ന് തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, നിന്നെ ഓർക്കാനായി എനിക്ക് എന്തെങ്കിലും തരണം. അപ്പോൾ ആ ഗുരു പറഞ്ഞു, ഇത് എൻ്റെ മാംസമാണ്, ഇത് എൻ്റെ രക്തമാണ്, നീ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി സ്വീകരിക്കണം. ആ ചെറുപ്പക്കാരൻ തൻ്റെ 2 കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് ഈ മാംസം അല്ലെങ്കിൽ ഈ അപ്പം വാങ്ങി. അത് ഭക്ഷിച്ചു. അതവൻ്റെ ഉടലിൻ്റെ ഉടലായി തീർന്നു. അതവൻ്റെ ജീവൻ്റെ ജീവനായി പരിണമിച്ചു. അതവൻ്റെ അസ്തിത്വത്തിൻ്റെ അസ്തിത്വമായി അത് മാറി. ഒടുവിൽ അവനെക്കുറിച്ച് പറയുന്നത്, അവൻ മറ്റൊരു ക്രിസ്തുവായി മാറി. ഒരു തലമുറയ്ക്കും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ നൽകിക്കൊണ്ട് അവനൊരു ക്രിസ്തുവായി മാറി. പ്രിയരെ, ഇനി എത്ര കാലങ്ങൾ കഴിഞ്ഞാലും മറക്കുവാൻ പറ്റാത്ത രീതിയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഏറ്റുവാങ്ങുവാനാണ് ഞാനും നിങ്ങളും ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ തിരുശരീരവും തിരുരക്തവുമാണ് എനിക്കും നിങ്ങൾക്കും വിശുദ്ധ കുർബാനയായിട്ട് മാറിയത്.
കർത്താവ് തൻ്റെ സന്തത സഹചാരികളായിരുന്ന ശിഷ്യന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു മാളികയിൽ, തൻ്റേതല്ലാത്ത ഒരു മാളികയിൽ, ഉടമസ്ഥാവകാശമില്ലാത്തൊരു മാളികയിൽ അജ്ഞാതനായ ഒരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് ആ അജ്ഞാതനായ മനുഷ്യനിൽ നിന്ന് ആ മാളിക കടം വാങ്ങിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പെസഹ ഒരുക്കുന്ന കർത്താവ്. കർത്താവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു അജ്ഞാതനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു അജ്ഞാതനുണ്ട് എപ്പോഴും കർത്താവിൻ്റെ അടുക്കൽ. എപ്പോൾ നോക്കിയാലും കർത്താവ് ജനിച്ചത് ഒരു ഗോശാലയിലാണെങ്കിലും അത് ആരുടേതാണെന്ന് ആ ഗോശാലയ്ക്ക് ഒരു പേരുമില്ല. അതും ഒരു അജ്ഞാതൻ്റെ ഗോശാലയാണ്. കർത്താവിന് അന്ത്യവിശ്രമത്തിനെടുത്ത കല്ലറ പോലും ഒരു അജ്ഞാത കല്ലറയാണ്. കർത്താവ് യെരുശലേമിലേക്ക് യാത്രയാകുന്ന കഴുത പോലും ഒരു അജ്ഞാതൻ്റെ കല്ലറയാണ്. പലപ്പോഴും അജ്ഞാതന്മാർ, സ്ട്രേഞ്ചേഴ്സ്, ഹീറോ ആയി മാറുന്നതാണ് കർത്താവിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും. പേരെഴുതി ചേർക്കപ്പെട്ടവരോ മേൽവിലാസമുള്ളവരൊന്നുമല്ല ഹീറോയായി മാറിയത്, താരങ്ങളായി മാറിയത്. കർത്താവിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും പേരില്ലാത്തവരും അജ്ഞാതരായവരും അല്ലെങ്കിൽ നിസ്സാരന്മാരെന്ന് കരുതിയവരുമൊക്കെ കർത്താവിൻ്റെ വഴിത്താരയിൽ, കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ യാത്രയിൽ എപ്പോഴും അവർ താരങ്ങളായി മാറിയിട്ടുണ്ട്. അങ്ങനെ താരമായി മാറിയ ഒരു അജ്ഞാതൻ്റെ ഭവനത്തിലാണ് കർത്താവ് മേശയൊരുക്കിയിരിക്കുന്നത്. പ്രിയരെ, ഈ മേശ എന്ന് പറയുന്നത്, ഈ ടേബിൾ അതൊരു സാധാരണ മേശയല്ല. അവിടെ ഒരു ചെറുപ്പക്കാരൻ, തൻ്റെ സ്വപ്നങ്ങളെല്ലാം ഉള്ള ഒരു ചെറുപ്പക്കാരൻ, 33 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ, ജീവിതത്തിൻ്റെ നല്ല യൗവനത്തിലേക്ക് പ്രവേശിച്ച ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ തൻ്റെ ശരീരവും തൻ്റെ രക്തവും വെച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അവൻ പാകം ചെയ്ത് നൽകുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു യാഗത്തിൻ്റെ അനുഭവമാണ്. യാഗമായി തീരുന്ന, തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായി തീരുന്ന ഒരു ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് സ്നേഹത്തിൻ്റെ മേശയാണ്, ഇത് അനുതാപത്തിൻ്റെ മേശയാണ്, ഇത് യാഗമായി തീരുവാനുള്ള വിളിയായി തീരുന്ന മേശയാണ്. ഈ മേശയുടെ മുൻപിലാണ് ഞാനും നിങ്ങളും എത്തിച്ചേർന്നതെങ്കിൽ നമ്മുടെ മുൻപിലേക്ക് ഈ തിരുമേശ വയ്ക്കുന്ന വെല്ലുവിളി എന്താണ്? വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മുറിയപ്പെടാനും മുറിഞ്ഞു പകരുവാനുമുള്ള ഒരു ദൈവവിളിയാണ്. ഇത് സ്വയം മുറിയുവാനും മറ്റുള്ളവർക്കായി മുറിഞ്ഞ് നൽകുവാനുമുള്ള ഒരു വലിയ വിളിയാണ് ഇവിടെ നൽകുന്നത്. നമുക്കറിയാം, കൊടുക്കുമ്പോഴാണ് കൂടുതൽ നിറയുന്നത്. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മൾ കരുതുന്നത് കൂട്ടിവെക്കുമ്പോഴാണ് കൂടുന്നതെന്ന് ഒരു മൗഢ്യത്തരം നമ്മുടെ ഇടയിൽ എല്ലാവരിലുമുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നു, കൊടുക്കുമ്പോഴാണ് കൂടുതലായി നിറയുന്നത്, അത് കൊടുത്തവനും നിറയുന്നത് എന്ന് പറയുന്നുണ്ട്, ഒപ്പം കിട്ടുന്നവനും. ഇവിടെ തള്ളിപ്പറയുന്നവനുണ്ട്, തന്നെ ഒറ്റിക്കൊടുക്കുന്നവനുണ്ട്. എന്നാൽ എല്ലാവർക്കും വേണ്ടി അവൻ ഈ മേശ ഒരുക്കിയിട്ടുണ്ട്. ആരെയും മാറ്റി നിർത്തുന്നില്ല. അവനറിയാം, ഈ മേശയുടെ മുകളിൽ നിന്ന്, മേശയുടെ അടുക്കൽ നിന്ന് അവൻ എപ്പോൾ പുറത്തേക്ക് പോകുമോ അപ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും തന്നെ തള്ളിപ്പറയുമെന്നും അങ്ങനെയുള്ളവർ തൻ്റെ കൂടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവരെ എല്ലാം ചേർത്ത് വെച്ച് ആരെയും മാറ്റി നിർത്താതെ ഈ മേശയുടെ മുൻപിലേക്ക് അവനെ ക്ഷണിക്കുന്നത്. ആരെയും മാറ്റി നിർത്താതെ ഈ മേശയുടെ മുൻപിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലേക്ക് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി മുറിയാൻ പോകുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി നുറുക്കപ്പെടാൻ പോവുകയാണ്. കാരണം നുറുക്കപ്പെടുന്നതിലൂടെയാണ് ജീവൻ ഉണ്ടാകുന്നത്. നുറുക്കപ്പെടുന്നതിലൂടെയാണ് ജീവൻ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ അമ്പലക്കുളത്തിലെ മീനുകളുടെ ഒരു സ്വഭാവമുണ്ട്. ഈ അമ്പലക്കുളത്തിലെ മീനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നല്ല മീനുകളാണ് അമ്പലക്കുളത്തിൽ. പക്ഷേ ഈ അമ്പലക്കുളം ആയതുകൊണ്ട് തന്നെ ഈ മീനുകളെ ആരും പിടിക്കാറില്ല. ഈ മീനുകളെ ആരും പിടിക്കാറില്ല, ആരും ചൂണ്ടയിടാറില്ല, ആരും ഈ കുളത്തിൽ വലയിടാറില്ല. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മീനിനൊരു വേദനയുണ്ട്. ഈ മീൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? എന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും ഒന്ന് വലയിട്ടിരുന്നെങ്കിൽ. കാര്യം, ഞാൻ ഇതിൽ കിടക്കുമ്പോഴല്ല ഞാൻ പ്രയോജനപ്പെടുന്നത്. ഞാൻ എപ്പോൾ ഏതെങ്കിലും ഒരു ചൂണ്ടയിൽ പെടുമോ, ഞാൻ എപ്പോഴേതെങ്കിലും ഒരു വലയിൽ പെടുമോ, അപ്പോഴാണ് എൻ്റെ ജീവിതം കൊണ്ട്
പ്രയോജനമുള്ളത്. എന്നാൽ ഈ മീനിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇത് പ്രായമായ ഒരു മീനായി ഇതിൻ്റെ ചെകിളകളൊക്കെ കൊഴിഞ്ഞ് ഇതിൻ്റെ ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞ് ഈ കുളത്തിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന അവസ്ഥയാണ് ഈ കുളത്തിലെ മീനിൻ്റെ പ്രത്യേകത. എന്നാൽ ക്രിസ്തു പറയുന്നു, ഇങ്ങനെ വെറുതെ ഒരു വെള്ള പേപ്പറായിട്ട് ഇരിക്കുമ്പോഴല്ല ആ പേപ്പറിന് ഗുണമുണ്ടാകുന്നത്, മറിച്ച് വെള്ളയായിട്ടിരിക്കുമ്പോഴല്ല, ആ പേപ്പറിൽ ആരെങ്കിലും ഒരു പേന കൊണ്ട് എഴുതുമ്പോഴാണ് ആ പേപ്പറിന് ഒരർത്ഥമുണ്ടാകുന്നത്. കർത്താവ് പറയുന്നു, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ല നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്. ഞാൻ എപ്പോൾ നുറുക്കപ്പെടുമോ, ഞാൻ എപ്പോൾ സ്വയം മുറിഞ്ഞ് നിങ്ങൾക്ക് പകരം നൽകുമോ, അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പ്രയോജനമുള്ളവനായി മാറുന്നത്. ഡൊമിനിക് ലാപ്പിയറിൻ്റെ സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഹസാരിപാൽ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഈ റിക്ഷ തള്ളുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. വളരെ ദരിദ്രമായ ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. ആ കുടുംബത്തിൽ അദ്ദേഹം ഇങ്ങനെ റിക്ഷ തള്ളി വേണം, ഓടുന്ന റിക്ഷയല്ല, വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷയാണ്. ഈ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷ അദ്ദേഹം വലിച്ചാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പുലർത്തുന്നത്. ചിലപ്പോഴൊക്കെ ഈ റിക്ഷ വലിക്കുമ്പോൾ അറിയാതെ തന്നെ ചുമച്ച് ഈ വായിൽ നിന്ന് രക്തമൊക്കെ പുറത്തേക്ക് വരാറുണ്ട്. ഏക മകളാണ്, ഈ മകൾക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. എന്നാൽ മകൾ വലുതായപ്പോൾ എല്ലാവരും ചോദിച്ചു, മകളുടെ വിവാഹമൊന്നും കഴിപ്പിക്കുന്നില്ലേ? ഒരു പിതാവെന്ന നിലയിൽ ഈ ഹസാരിപാലിൻ്റെ നെഞ്ച് കത്താൻ തുടങ്ങി. അദ്ദേഹം എല്ലാം നോക്കി വെച്ചു. എത്ര കൂട്ടിയിട്ടും എത്ര അധ്വാനിച്ചിട്ടും തന്നെ മകളെ സന്തോഷത്തോടുകൂടെ പറഞ്ഞയക്കാനുള്ള പണം തൻ്റെ കയ്യിലില്ല. അദ്ദേഹം ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. ഓഫീസിലേക്ക് കയറി ചെന്ന് ചില പേപ്പറുകളൊക്കെ അദ്ദേഹം ഒപ്പിട്ടു. അദ്ദേഹത്തിന് കയ്യിൽ കുറച്ച് പണം കിട്ടി. ഈ പണം കൊണ്ട് അദ്ദേഹം വന്ന് തൻ്റെ മകളുടെ വിവാഹം ഗംഭീരമായി നടത്തുകയാണ്. എന്നാൽ ഗംഭീരമായി നടത്തിക്കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മകൾ പടിയിറങ്ങാൻ തുടങ്ങുമ്പോൾ ഹസാരിപാൽ ആ പടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് തൻ്റെ വീടിൻ്റെ മുൻപിൽ നിന്ന് ചുമച്ച് രക്തം ഛർദ്ദിച്ച് ആ മനുഷ്യൻ അവിടെ വീണ് മരിക്കുകയാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലേക്ക് ഒരു ആംബുലൻസ് എത്തുകയാണ്. ആംബുലൻസ് എത്തി അദ്ദേഹത്തിൻ്റെ ശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കീറി മുറിക്കാനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി തൻ്റെ ശരീരം പോലും മെഡിക്കൽ കോളേജിന് വിറ്റ് അതിൻ്റെ പണം കൊണ്ട് തൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കുന്ന ഒരു അപ്പൻ. ആ മകൾ പറയുകയാണ്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട ഒരപ്പനാണ്, എനിക്ക് വേണ്ടി മുറിഞ്ഞു പകർന്ന ഒരപ്പനാണ്. ആ അപ്പൻ്റെ രക്തത്തിൽ ചവിട്ടിയാണ് മകൾ ഇറങ്ങിപ്പോകുന്നത്. തനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട, തനിക്ക് വേണ്ടി മുറിഞ്ഞ് ജീവൻ പകർന്ന ഒരപ്പനും മകൻ്റെയും കഥ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരപ്പനും മകൾക്കും ഇത് സാധ്യമെങ്കിൽ, ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് തൻ്റെ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പേരിൽ എല്ലാ അനുഗ്രഹങ്ങളും മാറ്റിവെച്ചതിന് ശേഷം തൻ്റെ ജീവിതം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ഈ ഓർമ്മ പങ്കിടുമ്പോൾ നമ്മുടെ മുൻപിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഈ തിരുശരീരവും തിരുരക്തവും ഏറ്റുവാങ്ങി ഞാനും നിങ്ങളും ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പഴയതുപോലെ ഇറങ്ങിപ്പോകാനല്ല, അനേകർക്ക് പ്രയോജനമുള്ളവരായി തീരാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രയോജനമുള്ളവരാകണം. അതിനുവേണ്ടിയാ ഈ തിരുശരീരവും തിരുരക്തവും ഏറ്റുവാങ്ങുന്നത്. അമ്പലക്കുളത്തിലെ മീനുകളെ പോലെ ആയിത്തീരാനല്ല, സ്വന്തം ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വലുതായി ഓരോ ദിവസവും വലുതായി ആർക്കും പ്രയോജനമില്ലാതെ ജീവൻ കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ കൊച്ചു ശരീരം കൊണ്ട്, ഈ കൊച്ചു ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനപ്പെടുന്നത്. ഞാൻ പലപ്പോഴും വിചാരിക്കും, മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത് ചില ഓർമ്മകളല്ലാതെ എന്താണ് ബാക്കിയുള്ളത്? മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത് ചില ഓർമ്മകളല്ലാതെ എന്താണ് എനിക്കും നിങ്ങൾക്കും ബാക്കിയുള്ളത്? ഇല്ലേ? നമ്മൾ വിചാരിക്കും അനുശോചനത്തിന് ചില കള്ളത്തരങ്ങൾ കേൾക്കാൻ പോലും നമുക്ക് സാധിക്കത്തില്ലെങ്കിലും മറ്റുള്ളവർ കേൾക്കുന്നുണ്ട് നമ്മെക്കുറിച്ച് പറയുന്ന ചില കള്ളത്തരങ്ങളൊക്കെ. എന്നാൽ അതല്ലാതെ, ഈ കള്ളത്തരങ്ങളല്ലാതെ നമുക്ക് എന്തുണ്ട് ശേഷിച്ച് ബാക്കി? ഞാൻ പറയും, ഓരോ വിശുദ്ധ കുർബാന കൈക്കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്ന വെല്ലുവിളി എന്താണെന്നറിയാമോ? എൻ്റെ കൂടെ കൂട്ടാൻ ഒരു 10 പേരെ കണ്ടെത്തുന്നതാണ് വിശുദ്ധ കുർബാന. ഞാൻ ഒറ്റയ്ക്ക് പോകാനല്ല.
എൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് വേണ്ടി കരയാൻ ഒരു 10 പേരെ കണ്ടുപിടിക്കുന്നതാണ് വിശുദ്ധ കുർബാന. എനിക്ക് വേണ്ടി കരയണമെങ്കിൽ എൻ്റെ ജീവിതം അങ്ങനെ ആകണം. നമ്മൾ പറയും നമുക്ക് വേണ്ടി കരയാൻ ആളുണ്ടല്ലോ. ആരുണ്ട്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ടി ഒരു തലതല്ലി കരയാൻ, കണ്ണുനീരൊഴുക്കാൻ ആരുണ്ട് പ്രിയപ്പെട്ടവർ? ഞാൻ പറയും, കൂടിപ്പോയാൽ നമ്മൾ വരച്ചിട്ട വരയിൽ ഇങ്ങനെ ഈ വട്ടത്തിൽ നിൽക്കുന്ന ഭാര്യ കാണും, മക്കൾ കാണും, കൊച്ചുമക്കൾ കാണും, മരുമക്കൾ കാണും. അതിൻ്റെ അപ്പുറത്തേക്കാരെങ്കിലും കാണൂ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിൻ്റെ അയൽക്കാർ നിനക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കുമോ? എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ നീ വിശുദ്ധ കുർബാന കഴിക്കുമ്പോൾ നിൻ്റെ അടുത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ നിനക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുമോ? ഞാൻ പറയും, ഒരു 10 പേരെ ഈ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ പറ്റിയില്ല എങ്കിൽ എത്ര വിശുദ്ധ കുർബാന കൈക്കൊണ്ടാലും, എത്ര ചേർത്ത് വളർന്നു വന്നാലും ഒരു പ്രയോജനമില്ല. എവിടെ നുറുക്കപ്പെടുമോ അവിടെ ജീവനുണ്ടാകും. എവിടെ നുറുക്കപ്പെടുമോ അവിടെ ജീവനുണ്ടാകും. എവിടെ മുറിക്കപ്പെടുമോ അവിടെ ജീവനുണ്ടാകും. ഇന്ന് നമ്മുടെ മുൻപിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. എവിടെയാണ് ഞാൻ മുറിക്കപ്പെടേണ്ടത്? എവിടെയാണ് ഞാൻ നുറുക്കപ്പെടുന്നത്? ഈ കാലഘട്ടം ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെയാണ് എന്നുള്ളതാണ്. പെസഹ നമ്മുടെ മുൻപിലേക്ക് ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെയാണ്. രണ്ടാമത്, ഈ പെസഹ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നത് എൻ്റെ കാപട്യങ്ങളും എൻ്റെ ധാഷ്ട്യങ്ങളുടെയും ദഹനമാണ്. എൻ്റെ കാപട്യങ്ങളുടെയും എൻ്റെ ധാഷ്ട്യങ്ങളുടെയും ദഹനമാണ് ഈ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ, വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നവൻ്റെ മനസ്സിൽ നിന്നും അവൻ്റെ ഉള്ളിൽ നിന്നും അവൻ്റെ ധാഷ്ട്യങ്ങളും അവൻ്റെ കപടതകളും ദഹിച്ചു പോകണം. അതും വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന കൈക്കൊണ്ടാൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനക്രമത്തിൽ അതിൻ്റെ ആദ്യത്തെ ദേവാലയത്തിലേക്ക് കയറി വരുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, പാപിയാണെന്ന് ഞാൻ സമ്മതിച്ചുകൊണ്ടാണ് നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്. എൻ്റെ കാപട്യങ്ങളും എൻ്റെ ധാഷ്ട്യങ്ങളും എൻ്റെ നിഷേധങ്ങളും ഒക്കെ നിൻ്റെ മുൻപേക വെച്ചിട്ടാണ് ഞാൻ ഈ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നത്. ഇറങ്ങിപ്പോകുമ്പോൾ അതെല്ലാം ഇവിടെ ഇട്ടേട്ടാണ് ഞാൻ പോകുന്നത്. ഇതെല്ലാം ഞാൻ ദഹിപ്പിച്ച് കളയുകയാണ്. വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഒരു ഗുരു, ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ശിഷ്യരുടെ മുൻപിൽ സകലവും ദഹിപ്പിച്ച് അവരുടെ കാലുകൾ കഴുകാൻ തയ്യാറാകുമ്പോൾ അവൻ പറയുന്നു, വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നവൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ സ്വത്തെന്നാണെന്നറിയാമോ? അത് അവൻ്റെ വിനയവും താഴ്മയുമാണ്. വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നവൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, അവൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്നറിയാമോ? അത് അവൻ്റെ വിനയവും താഴ്മയുമാണ്. കാരണം വിനയത്തിൻ്റെയും താഴ്മയുടെയും ഉടമസ്ഥനായ നാഥനായ കർത്താവിൻ്റെ ശരീരമാണ് ഞാനും നിങ്ങളും ഏറ്റുവാങ്ങുന്നത്. അവിടെ ധാഷ്ട്യങ്ങളില്ല, കപടതകളില്ല, എല്ലാം പൊളിച്ചെടുക്കുന്ന അനുഭവങ്ങളാണ്. സത്യത്തിൽ ഈ ഭൂമിയിൽ എനിക്കെന്ന് പറഞ്ഞ് അവശേഷിക്കുന്നത് എന്താണ് ബാക്കിയുള്ളത്? ഈ വിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് വരുമ്പോൾ, ഈ രാത്രിയിൽ ഞാനും നിങ്ങളും അടുത്ത് വരുമ്പോൾ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അവശേഷിപ്പിക്കുന്നത് എന്താണ് ഈ കർത്താവിൻ്റെ മുൻപിൽ? ഇന്ന് ഒരുപാട് നന്മയുള്ളവർ പോലും ഒരുപാട് അഹങ്കാരക്കേട് കാണിക്കുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരുപാട് നന്മയുണ്ടെന്ന് ലോകം പറയുന്നവർ പോലും ഒരുപാട് അഹങ്കാരത്തിൻ്റെ അന്ധന്മാരായി തീരുന്ന ലോകം. പത്രോസിനെ കാണുന്നു, താൻ പോരിമയാണ്, തന്നേക്കാൾ വലുതൊന്നും വേറെ ആരുമില്ല എന്ന് കരുതുന്ന പത്രോസിൻ്റെ മുന്നിലാണ് കർത്താവ് അപ്പമെടുത്ത് നുറുക്കുന്നത്. തന്നേക്കാൾ പണം നന്നായി കൈകാര്യം ചെയ്യുന്ന ആരുമില്ല എന്ന് പറയുന്ന യൂദാസിൻ്റെ മുൻപിലാണ് കർത്താവിൻ്റെ ശരീരവും രക്തവും അവൻ്റെ കാലും കഴുകുന്നത്. പ്രിയരെ, എത്രമാത്രം ഒന്ന് കുനിയാൻ പറ്റുമോ അത്രമാത്രം കുനിയണം ഈ വിശുദ്ധ മേശയുടെ മുൻപാകെ, ഈ ദൈവത്തിൻ്റെ മുൻപാകെ. അപ്പോഴാണ് ഈ വിശുദ്ധ കുർബാന എനിക്കും നിങ്ങൾക്കും അർത്ഥവത്തായി തീരുന്നത്. എൻ്റെ തല ഉയർത്തിപ്പിടിക്കുമ്പോഴല്ല, ഈ വിശുദ്ധ മേശയുടെ മുൻപാകെ എൻ്റെ ശിരസ് എത്രമാത്രം താഴാമോ അത്രമാത്രം താഴുമ്പോഴാണ് ഈ വിശുദ്ധ കുർബാന എനിക്കും നിങ്ങൾക്കും അർത്ഥവത്തായി തീരുന്നത്. ഇവിടെ ക്രിസ്തു താഴാനായി ശ്രമിക്കുമ്പോൾ, ശിഷ്യന്മാർ ഉയരാനായി നിൽക്കുമ്പോൾ ചെറിയ ഒരു താളപ്പിഴ അവിടെ സംഭവിക്കുന്നുണ്ട്.
വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എൻ്റെ ധാഷ്ട്യങ്ങളും എൻ്റെ കപടതകളും ദഹിച്ചു പോകുന്ന ഇടമായി ഈ വിശുദ്ധ മേശ തീരണം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഒരു എഴുത്തുകാരൻ പറയുന്നുണ്ട്, ശിഖരമേ, നീ അല്പമൊന്ന് താഴ്ന്നിരുന്നെങ്കിൽ എത്രയോ പേർക്ക് നിന്നിൽ നിന്ന് അത്തിപ്പഴം പറിച്ചെടുക്കാമായിരുന്നു. പ്രിയപ്പെട്ട ശിഖരമേ, നിന്റെ ശിഖരം അല്പമൊന്ന് താഴ്ത്തിയിരുന്നെങ്കിൽ നിന്നിൽ നിന്ന് എത്രയോ പേർക്ക് അത്തിപ്പഴം പറിക്കാമായിരുന്നു. എന്നാൽ ശിഖരം പറയുന്നു, ഞാനങ്ങനെ താഴാനുള്ളതല്ല, ഞാൻ ഉയർന്നു തന്നെ നിൽക്കാനുള്ളതാ. ആർക്കും കിട്ടിയില്ല അത്തിപ്പഴം. ഒടുവിൽ കാക്ക കൊത്തി, ഒടുവിൽ പുഴുവ് കയറി ആ അത്തിപ്പഴം ആർക്കും പ്രയോജനമില്ലാതെ ഭൂമിയിൽ നിലത്ത് വീണ് അഴുകിപ്പോയി. എന്നാൽ ശിഖരം അല്പമൊന്ന് താഴ്ത്തിയിരുന്നെങ്കിൽ ആ അത്തിപ്പഴം എത്രയോ പേർക്ക് പ്രയോജനപ്പെടും. എന്നാൽ അത്തിപ്പഴം പറയുന്നു, ഞാൻ എൻ്റെ ശിഖരം താഴ്ത്തില്ല. ഒടുവിൽ ആ അത്തിപ്പഴം എന്ത് സംഭവിച്ചു? അത് കാക്കയും കുത്തി, പുഴു കയറി, ആർക്കും പ്രയോജനമില്ലാതെ അത് നിലത്തു വീണ് അഴുകിപ്പോയി. പ്രിയരെ, ഈ വിശുദ്ധ കുർബാന, ഈ പെസഹാ ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നീ അല്പമൊന്ന് ശിരസ് കുനിക്കാൻ വേണ്ടിയാണ്. വിനയത്തിൻ്റെയും താഴ്മയുടെയും നാഥൻ്റെ അല്പമൊന്ന് ശിരസ് താഴാൻ വേണ്ടിയാണ്. നമ്മെ തന്നെ നുറുക്കപ്പെടുന്ന അനുഭവം, എൻ്റെ ധാഷ്ട്യങ്ങളും എൻ്റെ കപടതകളും ദഹിച്ചു പോകുന്ന വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിൽ ഈ പെസഹാ ദിനം നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ആയി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഒരാൾക്ക് പ്രാർത്ഥിക്കാം. തലമുറയായി ഞങ്ങൾ സംഗീതം കോട്ടയ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഹല്ലേലൂയ. ഈ പെസഹായുടെ ദൈവമേ, സന്ധ്യാസമയം ദൈവമേ, ഞങ്ങൾക്കൊന്നിച്ച് ദേവാലയത്തിലായിരിക്കാൻ കർത്താവേ തന്ന അവസരത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ പെസഹായുടെ ആചരണം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ഇന്ന് കേൾപ്പിച്ച വചനത്തിലൂടെ കർത്താവേ ഒരു നുറുക്കപ്പെട്ട അനുഭവത്തിലൂടെ മുന്നോട്ട് പോകാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നുറുക്കപ്പെട്ട അനുഭവത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാൻ, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള തിരുവനന്തപുരം കർത്താവേ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ധാർഷ്ട്യവും കപടവും ഇല്ലാത്തൊരു ജീവിതം നയിപ്പാൻ ദൈവം സന്ധ്യാസമയം ഞങ്ങളെ ഇതിൻ്റെ മുന്നിൽ കൂടി കേൾപ്പിച്ച വചനത്തിനെ സ്തുതിക്കുന്നു. കർത്താവേ, എവിടെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ വിനയമുള്ളവരായി ജീവിപ്പാൻ തൊക്കണം കർത്താവേ. ഒരു പെസഹായോട് കർത്താവേ ഞങ്ങൾക്ക് ആചരിപ്പാൻ തന്ന അവസ്ഥ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ദേവാലയത്തിൽ കടന്ന എല്ലാ നിന്റെ മക്കളെയും പേരുപേരായി കാര്യങ്ങൾ തരുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ കർത്താവ്. ഈ ഒരു കഷ്ടാനുഭവം വായിച്ച് കർത്താവേ ഞങ്ങളുടെ എല്ലാവരെയും കുടുംബങ്ങൾക്ക് കർത്താവേ ഒരു വിനയവും താഴ്മയുമുള്ള അനുഭവമായി തിരുവനന്തപുരം കർത്താവേ ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായി സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങൾ തിരുമേശയിലേക്ക് അടുക്കുന്നില്ല കർത്താവേ. ദൈവമേ, ഒരു വിനയമുള്ളവരായി ദൈവമേ അവിടുത്തെ തിരുശരീരങ്ങളും രക്തങ്ങളും ഭക്ഷിപ്പാൻ കർത്താവേ മാതൃകളുടെ ജീവൻ നയിപ്പാൻ ദൈവമേ ഞങ്ങൾക്ക് ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എപ്പോഴും കർത്താവേ ഒരു താഴ്മയുടെ അനുഭവം ധരിപ്പാൻ തൊക്കണം കർത്താവേ ഞങ്ങൾക്ക് ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞ മകനെ കർത്താവേ കനൽ തരുന്നു. മകൻ്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടിരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബമായി താഴ്ത്തി കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണം, സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. മൗനം മുത്തും നിങ്ങളുടെ കാര്യങ്ങൾ തരുന്നു. യേശു നാമത്തിൽ താഴ്മയായ കൃപകൾക്ക് മാറാകണമേ.